യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഓരോ നിമിഷവും നമ്മളെ കരുതുന്ന പരിപാലിക്കുന്ന നല്ലവനായ ദൈവം അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും വലിയ പ്രതിസന്ധികളിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് നമ്മളെ നിരന്തരം സംരക്ഷിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും എല്ലാ മനുഷ്യരുടെ മേലും ചൊരിയപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നമുക്ക് വേണ്ടി യേശു നേടിത്തന്ന സകല നന്മകളും അനുഗ്രഹങ്ങളും, അതിലേറ്റവും വലുത് സ്വർഗമാണ്, നിത്യജീവനാണ്. സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ വഴികളിലൂടെ കടന്നു പോകുമ്പോഴും സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു വലിയ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മളിന്ന് ചിന്തിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറക്കിയ മൂന്നാമത്തെ ചാക്രിക ലേഖനം ഫ്രത്തല്ലേ തുതി എന്നാണ് അതിൻ്റെ പേര്. ആ വാക്കിൻ്റെ അർത്ഥം എല്ലാവരും സഹോദരർ എന്നാണ്. ഫ്രത്തല്ലേ തൂത്തി, എല്ലാവരും സഹോദരരാണ്. ജാതിയോ മതമോ വർഗമോ നിറമോ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. എല്ലാവരും സഹോദരങ്ങളാണ്. ആ വലിയൊരു ചിന്തയാണ് പരിശുദ്ധ പിതാവ് നമുക്ക് നൽകിയ ഈ മൂന്നാമത്തെ ചാക്രിക ലേഖനത്തിലൂടെ സംസാരിക്കുന്നു. ഈ ചാക്രിക ലേഖനം 8 അധ്യായങ്ങളുണ്ട്. മാനവരാശിക്ക് വേണ്ടി പരിശുദ്ധ പിതാവ് ആത്മാവിൽ നിറഞ്ഞ് കുറേയേറെ കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. പിതാവ് പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതായത് ലോകമെമ്പാടും വിഘടനവാദവും അക്രമങ്ങളും ഭീകരവാഴ്ചകളും ഏറെ വർദ്ധിച്ചു കഴിഞ്ഞു. ലോകമെങ്ങും ഭീകരപ്രവർത്തനങ്ങളും അതിക്രമങ്ങളും ഭീകരരുടെ അടിച്ചമർത്തലുകളുമൊക്കെ
നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്ത് ആയിക്കഴിഞ്ഞിരിക്കുക. മനുഷ്യന് സ്വസ്ഥമായി സമാധാനമായിട്ടൊന്ന് ജീവിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ ലോകമെമ്പാടും ആയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ വേർതിരിക്കുന്നു. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിലുള്ള വലിയ ചേരിതിരിവുകൾ ലോകമെമ്പാടും ആയിക്കഴിഞ്ഞു. സഹോദര സ്നേഹം, സൗഹൃദമൊക്കെ നഷ്ടപ്പെട്ടു. അക്രമങ്ങൾ വർദ്ധിച്ചു. അതിൻ്റെ ഫലമായിട്ട് മനുഷ്യന് സമാധാനം ഇല്ലാതായി. ഈ ചാക്രി ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ പിതാവ് നല്ല സമറിയാക്കാരൻ്റെ ഉപമ വെച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: ആരും അന്യരല്ല, എല്ലാവരും സഹോദരങ്ങളാണ്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, എല്ലാവരും സഹോദരങ്ങളാണ്. ലൂക്കാ സുവിശേഷം 10-ാം അധ്യായത്തിൽ 25 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് ഒരു മനുഷ്യൻ യാത്ര പുറപ്പെട്ടു. യാത്ര പുറപ്പെട്ട മനുഷ്യന് ഒരു ലക്ഷ്യമുണ്ട്. യാത്ര പുറപ്പെട്ട മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ യാത്ര പോകുന്ന വഴി ഏതാനും കവർച്ചക്കാർ ഈ മനുഷ്യനെ പിടികൂടി. വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞുമാറ്റി, ക്രൂരമായിട്ട് മർദ്ദിച്ചു, ശരീരത്തെല്ലാം മുറിവേൽപ്പിച്ചു. ഈ മനുഷ്യൻ അവശനായിട്ട് റോഡ് വക്കിൽ കിടക്കുകയാണ്. ആ മുറിവേറ്റ് കിടക്കുന്ന ആ മനുഷ്യനെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പറയുന്നു, ആ മനുഷ്യൻ്റെ ജാതിയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യന് ഏതു ജാതിയിൽപ്പെട്ട വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇതാണ് യേശുവിൻ്റെ മനസ്സ്, യേശുവിൻ്റെ ദർശനം, യേശുവിൻ്റെ കാഴ്ചപ്പാടിതാ. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എല്ലാവരും. ഈ ഒരു വലിയ കാഴ്ചപ്പാടാണ് പരിശുദ്ധ പിതാവ് നമുക്ക് ഈ ചാക്രിക ലേഖനത്തിലൂടെ നൽകുന്നത്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വചനങ്ങൾ ഇങ്ങനെ പറയുന്നു: പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. നമുക്ക് പരസ്പരം സ്നേഹിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാനുള്ളത് പരസ്പരം സ്നേഹിക്കാമെന്ന് പറയുമ്പോൾ അത് ജാതി നോക്കിയല്ല, നിറം നോക്കിയല്ല, മതം നോക്കിയല്ല, മനുഷ്യനെ നോക്കി, മനുഷ്യനുള്ള ദൈവ ചൈതന്യത്തെ നോക്കി സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും അവരെ സ്വന്തം സഹോദരങ്ങളായി ഹൃദയത്തിൽ ഏറ്റെടുക്കാനും എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിക്ക് അതിന് കഴിയണം. ഹല്ലേലൂയ. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്ന് ഉള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അപ്പോൾ ഒരു വ്യക്തിയിൽ സ്നേഹം നിറയുകയാണെങ്കിൽ ആ വ്യക്തിയിൽ ദൈവം വസിക്കുന്നു. ആ വ്യക്തി ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. സ്നേഹത്തിൽ നിറയുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ആ സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണെങ്കിൽ വിദ്വേഷമുള്ളവൻ, സഹോദരനെ വെറുക്കുന്നവൻ, സഹോദരനെ കൊല്ലുന്നവൻ,
മറ്റു മതസ്ഥരെ ഉപദ്രവിക്കുന്നവൻ, അവരുടെ അവസ്ഥ എന്താണ്? അവൾ ദൈവത്തിൽ നിന്ന് ജനിച്ച വ്യക്തി സ്നേഹിക്കുന്നവനാണ്. അവ സ്നേഹിക്കാത്ത വ്യക്തിയോ പിശാചിൽ നിന്ന് ജനിച്ചവനാ. പിശാചിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന വ്യക്തിയാണ് സ്നേഹിക്കാത്തവൻ. ആ വ്യക്തിയാണ് മനുഷ്യനെ കൊല്ലുക, ഉപദ്രവിക്കുക, പീഡിപ്പിക്കുക, അവഹേളിക്കുക, ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 യോഹന്നാൻ 4:8 പറയുന്നുണ്ട് ദൈവസ്നേഹമാണ്. സ്നേഹം തന്നെയായ ദൈവം നമ്മിൽ വസിക്കുമ്പോൾ നമുക്കെല്ലാവരെയും സഹോദരരായി കാണുവാൻ സാധിക്കും, സഹോദര തുല്യം സ്നേഹിക്കുവാൻ സാധിക്കും. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. എന്തിനയച്ചത്? ഒരു മതം സ്ഥാപിക്കാൻ വേണ്ടി അല്ല പുത്രനെ അയച്ചത്. പുത്രനെ അയച്ചത് മനുഷ്യരാശിയെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് പീഡസഹിച്ചതും കുരിശിൽ മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിക്കുന്നതും. യേശു നൽകുന്ന രക്ഷ മനുഷ്യവർഗത്തിന് മുഴുവൻ വേണ്ടിയുള്ള രക്ഷയാണ്. ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷയാണ്. അതിനുവേണ്ടിയാണ് ദൈവം തന്നെ പുത്രനെ അയച്ചത്. പുത്രനിലൂടെ ലോകത്തിൻ്റെ മുൻപിൽ യഥാർത്ഥ ദൈവത്തിൻ്റെ സ്നേഹം ക്രിസ്തു വെളിപ്പെടുത്തി. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് നമ്മൾ നിറഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കുന്നവരായിട്ട് മാറുക, എല്ലാവരെയും സഹോദരരായി കാണുക. അവിടെ ജാതിയില്ല. ജാതി എന്ന ചിന്ത അതുപോലും ശരിയല്ല. യേശു നമ്മളെ പഠിപ്പിച്ചത് സ്നേഹിക്കാനാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ വരണം. അതാണ് ലൂക്കാസ് സുവിശേഷത്തിൽ സമരിയാക്കാരൻ്റെ ഉപമയിൽ വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യൻ, അബോധാവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യൻ്റെ ജാതിയെക്കുറിച്ച് അവിടെ യേശു ആ ഉപമയിൽ പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, ലോകം ബഹുമാനിക്കുന്ന വിശുദ്ധ മദർ തെരേസ നമ്മുടെ രാജ്യത്ത് എത്രയെത്ര സ്ഥാപനങ്ങൾ, ലോകമെമ്പാടും കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയിൽ പോലും പരിശുദ്ധ അമ്മ സ്ഥാപിച്ച സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ സംരക്ഷിക്കപ്പെടുന്ന വൃദ്ധര്, അനാഥര്, രോഗികള്, അവശര്, ഇവരെയൊക്കെ ശുശ്രൂഷിക്കുക. അംഗവൈകല്യമുള്ളവര്. ലോകമെമ്പാട് 4000-ലധികമോ 5000-ഓളം സ്ഥാപനങ്ങളുണ്ട്. മദർ തെരേസ ഇതെല്ലാം സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയാ? എല്ലാവർക്കും വേണ്ടിയാ. ഈ സ്ഥാപനങ്ങളിൽ ജാതി മത വ്യത്യാസമില്ലാതെ സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ് മിഷണറീസ് ഓഫ് ചാരിറ്റീസിലെ സിസ്റ്റേഴ്സ് നൽകുന്നത്. അത് സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ്. വൃദ്ധമന്ദിരങ്ങളിലേക്ക് ചെന്നു നോക്കുക, എല്ലാ മതസ്ഥരും അവിടെയുണ്ട്. മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, ആർക്കും വേണ്ടാത്തവരൊക്കെ ആ വൃദ്ധമന്ദിരങ്ങളിൽ ശുശ്രൂഷ അനുഭവിക്കുന്നത്, സ്നേഹം അനുഭവിക്കുന്നത് ഈ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിലൂടെ. അവരാരും ജാതി നോക്കിയല്ല ശുശ്രൂഷിക്കുന്നത്. അനാഥരായ കുട്ടികളെ ശുശ്രൂഷിക്കുന്നു. അവരെ പരിപാലിച്ച് വളർത്തി വിദ്യാഭ്യാസിച്ച് വലിയ നിലയിൽ അവരെ എത്തിക്കുകയാണ്. ആ കുട്ടികൾ ഏത് മതത്തിൽപ്പെട്ടതാണെന്ന് ഇവർ നോക്കുന്നില്ല. നമുക്കറിയാം, മദർ തെരേസയുടെ കോൺവെൻറ്റുകളിൽ, മദർ തെരേസ ജീവിച്ചിരുന്ന നാളുകളിൽ ഏതെങ്കിലും ഒരു മതസ്ഥൻ മരിച്ചാൽ
ആ മരിച്ച മനുഷ്യന് മതാചാരപ്രകാരമാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തിരുന്നത്. മതമോ ജാതിയോ നോക്കാതെ സ്നേഹിക്കുന്ന വലിയൊരു സ്നേഹത്തിലേക്ക് യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ സ്നേഹം തന്നെയാണ് യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിറച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സഹോദരരാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ യേശുവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് എഴുതിയ ഈ ചാക്രിക ലേഖനം ഈ ലോകത്തിൻ്റെ ഈ നാളുകളിൽ, ഈ കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ ലോകം കടന്നു പോകുമ്പോൾ, ഭീകരതയും അക്രമങ്ങളും അനീതിയും വർദ്ധിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ ഈ ചാക്രിക ലേഖനം ഫ്രത്തല്ലോ തുത്തി എല്ലാവരും സഹോദരർ, ഇത് ഏറ്റവും ആവശ്യമാണ്. തൻ്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിലൂടെ മാനവരാശിയെ സ്നേഹത്തിൻ്റെ സുവിശേഷം അറിയിക്കാനാ, രക്ഷിക്കാനാണ് യേശുക്രിസ്തു വന്നത്. ഹല്ലേലൂയ. ആ ശുശ്രൂഷ ഇന്നും സഭയിലൂടെ തുടരുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു, കുരിശുമരണത്തിലൂടെ നമ്മളെ രക്ഷിച്ചു. ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത്? യേശു നൽകിയ ഈ രക്ഷ നമ്മൾ സ്വന്തമാക്കണം. എല്ലാവർക്കും ഈ രക്ഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അത് മാത്രമല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു. നമ്മളിനി എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കണം. അതിലും വലിയ ഒരു സ്നേഹമില്ലെന്ന് യേശു നമ്മെ പഠിപ്പിച്ചത്. സഹോദര സ്നേഹത്തെക്കാൾ വലിയൊരു സ്നേഹമില്ല. ആരാണ് സഹോദരൻ? എല്ലാവരും നമ്മുടെ സഹോദരരാ. അവിടെ നിറമില്ല, കറുത്തവനോ വെളുത്തവനോ വ്യത്യാസമില്ല, ജാതിയില്ല, ഹിന്ദുവെന്നോ മുസൽമാനെന്നോ സിഖുകാരനെന്നോ പാഴ്സിയെന്നോ വ്യത്യാസമില്ല. എല്ലാവരും സഹോദരനാണ്. ഹല്ലേലൂയ. എത്ര മനോഹരമായിട്ടാ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ചാക്രിക ലേഖനം നമുക്ക് തന്നിരിക്കുന്നത്. പിതാവ് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് എഴുതിയ 3-ാമത്തെ ചാക്രിക ലേഖനമാണിത്. അങ്ങനെ ലോകം മുഴുവൻ തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അസമാധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ലോകത്തിൽ അതിക്രമങ്ങൾ അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. യുദ്ധങ്ങളും ഭീകരവാഴ്ചയും കൊലപാതകങ്ങളും ഒക്കെ നടക്കുമ്പോൾ എല്ലാവരും സഹോദരനാണെന്നുള്ള ബോധ്യം കൊടുക്കണം നമ്മൾ. ഇതിന് എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും കടപ്പാടുണ്ട്. എല്ലാവരും സഹോദരങ്ങളാണ്. ഹല്ലേലൂയ. വഴിവക്കിൽ കിടക്കുന്ന മനുഷ്യൻ അവൻ്റെ ജാതി അറിയത്തില്ല. ജാതി ബൈബിളിൽ എഴുതിയിട്ടില്ല. ആ വഴി ആദ്യം ഒരു പുരോഹിതൻ വന്നു. ആ പുരോഹിതന് ഒരു ദൗത്യമുണ്ട്. പുരോഹിത ശുശ്രൂഷ, തിരക്കുണ്ട്. ആ പുരോഹിതൻ കടന്നുപോയി. ലേവായൻ വന്നു. ലേവായനും തിരക്കുണ്ട്. ലേവായനും കടന്നുപോയി. ഒരു സമറിയാക്കാരൻ ആ വഴി കടന്നു വരികയാണ്. ആ നാടുകളിൽ ഏറ്റവും താഴേക്കിടയിലുള്ള വ്യക്തിയാണ്. ജാതിയിൽ യഹൂദന്മാരാണ് ഉന്നതർ, സമറിയാക്കാർ താഴെയാണ്. നമുക്കറിയാം, ലോകമെമ്പാടിപ്പോഴും ജാതിയുടെ മതത്തിൻ്റെ വേർതിരിവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ താണ ജാതിയിൽപ്പെട്ടവർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടവർ. നമ്മുടെ നാട്ടിൽ തന്നെ കൊലപാതകങ്ങൾ, ബലാത്സംഗങ്ങൾ, ക്രൂരമായ പീഡനങ്ങൾ നടക്കുന്നു. ഇതൊന്നും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. വഴിവക്കത്ത് കിടക്കുന്ന മനുഷ്യൻ്റെ അടുക്കലേക്ക് ഈ സമറിയാക്കാരൻ കടന്നു വരികയാണ്. ആ മനുഷ്യനെ തട്ടി വിളിച്ചു. മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യൻ്റെ മുറിവുകൾ ഒന്നൊന്നായിട്ട് തുടച്ച് എണ്ണയും വീഞ്ഞുമൊക്കെ വെച്ച് കിട്ടി.
ഇതാണ് സ്നേഹമെന്ന് പറയുന്നത്. ഈ സമറിയാക്കാരൻ അവിടെ കിടക്കുന്ന മനുഷ്യനോട് ജാതി ചോദിക്കുന്നില്ല. ജാതി മതവും ചോദിക്കാതെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. ലോകമെമ്പാട് ക്രൈസ്തവ സമൂഹം നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശുശ്രൂഷ, അത് സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ്. ശുശ്രൂഷ ആവശ്യമുള്ള വ്യക്തിയിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് നമ്മുടെ സന്യാസിനികൾ അവരെ ശുശ്രൂഷിക്കുന്നു, അല്ല വൈദികരെ ശുശ്രൂഷിക്കുന്നു. എത്രയോ ആത്മായ സഹോദരങ്ങൾ ഒത്തിരിയേറെ മാനസിക രോഗികളെ നോക്കുന്ന കേന്ദ്രങ്ങൾ ഒക്കെ തുടങ്ങിയവരെ ശുശ്രൂഷിക്കുന്നു. ഇവിടെ എല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ സഹോദരനാണെന്നുള്ള കാഴ്ചപ്പാട്, ആ ഉന്നതമായ ആശയത്തിലാണ് ക്രൈസ്തവർ ജീവിക്കുന്നതും ജീവിച്ചുകൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 17-18 വചനങ്ങൾ. ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയമടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? നിനക്ക് സമ്പത്തുണ്ടെങ്കിൽ നീ നിന്റെ സഹോദരനെ സഹായിക്കണം. ആ സഹോദരൻ ഏത് ജാതിയിൽപ്പെട്ടവനാണെന്ന് ചോദിച്ചിട്ടല്ല സഹായിക്കേണ്ടത്. എല്ലാവരും നിന്റെ സഹോദരനാണ്. അർഹതപ്പെട്ടവന്, അവകാശപ്പെട്ടവന് നമ്മൾ സഹായം ചെയ്തു കൊടുക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ദൈവസ്നേഹം നിന്നിൽ എങ്ങനെ കുടികൊള്ളും? കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. സംസാരത്തിലും വാക്കിലുമല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്, പ്രവൃത്തികളിലൂടെ, സത്യത്തിലൂടെ. നമ്മൾ പ്രവൃത്തി ചെയ്യണം. സഹായം അറിയിക്കുന്നവന് സഹായം ചെയ്തു കൊടുക്കണം. സത്യത്തിലൂടെ, ദൈവത്തിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ മുൻപോട്ട് പോകണം. അപ്പോൾ സഹോദര സ്നേഹത്തിൻ്റെ ആ വലിയ മൂല്യത്തെക്കുറിച്ച് ആ ഉപമയിൽ യേശു നമ്മളെ പഠിപ്പിക്കുക. ഈ സമറിയാക്കാരൻ ആ മനുഷ്യനെ തൻ്റെ കഴുതപ്പുറത്ത് വെച്ചുകൊണ്ട് ഒരു സത്രത്തിൽ കൊണ്ടുവന്ന് ആക്കി. ആ സത്രം സൂക്ഷിപ്പുകാരനോട് പറഞ്ഞു, ഈ മനുഷ്യന് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്തു കൊടുക്കണം. എന്നിട്ട് 2 ദനാറായി എടുത്ത് സത്രം സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു യാത്രയുണ്ട്, ഞാൻ പോയിട്ട് തിരിച്ചു വരുവോളം ഈ മനുഷ്യന് വേണ്ട എല്ലാ ശുശ്രൂഷയും കൊടുക്കണം. ഞാൻ വന്നിട്ട് എന്തെങ്കിലും കുറവ് ഉണ്ടെങ്കിൽ ആ പണം കൂടി ഞാൻ താങ്കൾക്ക് തന്നുകൊള്ളാം. ഇവിടെ ഈ സമറിയാക്കാരൻ തൻ്റെ സമ്പത്ത് കൊണ്ട് സഹായിക്കുക, അത് പ്രവൃത്തിയാണ്. സമ്പത്ത് കൊണ്ട് സഹായം ചെയ്യുക. അത് നമ്മൾ വാക്കിലും സംസാരത്തിലും സഹായിക്കണമെന്ന് പറയുന്നവരായാൽ പോരാ, നമ്മൾ പ്രവൃത്തിയിലും സത്യത്തിലും സഹായിക്കുന്നവരാകണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സമറിയാക്കാരൻ്റെ ഉപമയിൽ ഇതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യേശു ചോദിക്കുന്നു, ഈ മൂവരിൽ ആരാണ് ഈ മുറിവേറ്റ് കിടന്ന മനുഷ്യന് അയൽക്കാരനായിട്ട് മാറുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, അവനെ ആര് സഹായിച്ചോ ആ വ്യക്തിയാണ് അയൽക്കാരൻ. ആരാ മനുഷ്യരോട് കരുണ കാണിച്ചോ അവനാണ് അയൽക്കാരൻ. യേശു പറഞ്ഞു, നീയും അതുപോലെ പോയി ചെയ്യുക. നിന്റെ സഹോദരനോട് കരുണ കാണിക്കുക, നിന്റെ സഹോദരനെ സ്നേഹിക്കുക, നിന്റെ സഹോദരനോട് ക്ഷമിക്കുക. നിന്റെ സഹോദരന് സാമ്പത്തികമായിട്ടോ മറ്റേത് വിധത്തിലോ സഹായം ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാവരും നമ്മുടെ സഹോദരരാണ്. നമ്മുടെ ഹൃദയത്തിന് വലിയൊരു വിശാലത ഉണ്ടാവണം.
എല്ലാ മതസ്ഥരെയും നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ഈ മണ്ണിൽ സ്നേഹത്തിന് സാക്ഷ്യം കൊടുക്കുന്നവരായിട്ട് മാറണം. സ്നേഹത്തിനു വേണ്ടി ക്രിസ്തു ജീവൻ കൊടുത്തു. നമുക്കും സ്നേഹത്തിനു വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറുള്ളവരായിട്ട് മാറാം. ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്ന് മാത്രം: സ്നേഹിക്കുക, ജീവനത്തിലും സ്നേഹിക്കുക, സഹായം അർഹിക്കുന്നവർക്ക് സഹായം കൊടുക്കുക, എല്ലാവരെയും സഹോദരരായിട്ട് കാണുക. മാർപ്പാപ്പായുടെ ഈ പുതിയ ചാക്രി ലേഖനത്തിലൂടെ ഒരിക്കൽ കൂടി നമ്മൾ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കാം. എല്ലാവരും നമുക്ക് സ്നേഹിക്കാം. എല്ലാ മതസ്ഥർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം, പ്രവർത്തിക്കുകയും ചെയ്യാം. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം കരമൊന്നിത്തി പിടിച്ചു കർത്താവിനെ സ്തുതിച്ച് നന്ദി പറയാം. സ്തുതിക്കട്ടെ. നിങ്ങളുടെ രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ സമർപ്പിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. കർത്താവേ, ഞങ്ങളുടെ മുറിവേറ്റ കരം വയ്ക്കണമേ. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ആത്മാവ് വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. വലിയ ഹൃദയ വിശാലത ഞങ്ങൾക്ക് നൽകണമേ. മാംസലമായ ഹൃദയം നൽകണമേ. എല്ലാവരെയും സ്നേഹിക്കുവാൻ, പ്രത്യേകിച്ച് ദരിദ്രരെ മറ്റു മതസ്ഥരെയൊക്കെ ജീവനതുല്യം സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ സഹായിക്കാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. യേശുവേ, സമ്പന്നരായിട്ടുള്ളവർ ദരിദ്രർക്ക് വേണ്ടി സമ്പത്ത് പങ്കുവയ്ക്കാൻ, അത് മുഖം നോക്കാതെ, ജാതി നോക്കാതെ, നിറം നോക്കാതെ സമ്പത്ത് പങ്കുവയ്ക്കാനുള്ള വലിയൊരു മനസ്സ് കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ വിട്ടുമാറട്ടെ. ട്യൂമറുകൾ അപ്രത്യക്ഷമാവട്ടെ. നടുവ് നട്ടല് സൗഖ്യമാവട്ടെ. നെഞ്ചിൻ്റെ വേദന വിട്ടുമാറട്ടെ. കിഡ്നി രോഗങ്ങൾ സൗഖ്യമാവട്ടെ. മൈഗ്രൈൻ വിട്ടുമാറട്ടെ. കണ്ണിൻ്റെ വേദന വിട്ടുമാറട്ടെ. അസ്ഥി രോഗങ്ങൾ സൗഖ്യമാവട്ടെ. ഹല്ലേലൂയ. പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ എല്ലാം നോർമലാവട്ടെ. യേശുവേ, ഞങ്ങളുടെ മുറിവേറ്റ കരമിക്കണമേ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ജ്ഞാനം 16:12 മരുന്നോ ലേപന ഔഷധമല്ല. കർത്താവേ, അങ്ങയുടെ വചനമാണ് സൗഖ്യം നൽകുന്നത്. വചനം അയക്കണമേ. സൗഖ്യം നിറയട്ടെ. ദൈവസ്നേഹം നിറയട്ടെ. എല്ലാവരെയും സഹോദരത്തിൽ സ്നേഹിക്കാനുള്ള വലിയൊരു മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ആവസിക്കണമേ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. യേശുവേ, യേശുവേ, നീ മാത്രം ഉന്നതൻ. യേശുവേ, യേശുവേ, നീ മാത്രം രക്ഷകൻ.